ഒരിക്കൽ മോന്റെ ഷർട്ടും ട്രൗസറും തയ്ച്ചു കഴിഞ്ഞപ്പോ ഷർട്ടിന്റെ ഒരു കൈ ഹാഫും ഒരു കൈ ഫുള്ളും, ട്രൗസറിന്റെ ഒരു കാല് നീളം കൂടുതലും മറ്റേ കാല് നീളം കുറവും അല്ലേ? ഇവനിതൊക്കെ അറിയാം. അതിന്റെ പേരിൽ ഒരുപാട് വഴക്കും കേട്ടിട്ടുണ്ട് അമ്മയുടെ അടുത്തുനിന്ന്. ഇടയ്ക്ക് ആ തയ്യൽക്കട പൂട്ടിയല്ലേ? ആ കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? പട്ടാളത്തില. അവിടെയും തയ്യലാണോ? ഹേ അതല്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തയ്യൽക്കാരൻ പട്ടാളത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ചോദിച്ചതാ. പെങ്ങള് കേട്ടിട്ടില്ലേ? ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അതുകൊണ്ട് ചേകവം മുതൽ ചെരുപ്പൂത്തി വരെ എല്ലാവരിലുമുണ്ട് ദേശസ്നേഹം. അതുകൊണ്ട് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞ പണ്ഡിത മുതൽ പായക്കച്ചവടക്കാരൻ വരെ ഒരു വീരയോദ്ധാവായി മാറും. അറിയോ? ദാ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രഭാകരൻ അത്തരത്തിലുള്ള ഒരു വീരയോദ്ധാവാണ്. അയ്യോ എന്തുപറ്റി? ഒന്നുമില്ല, ഞാനും തുമ്മിയതാ. ഞാൻ വിചാരിച്ച് അതിർത്തിയിൽ വെടിവെപ്പ് തുടങ്ങിയെന്നോ. വാമേ നമുക്ക് പോകാം. അല്ല, ലോക ഉരുത്തം കെട്ട ചെറുക്കൻ. അതെ ചേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ. അല്ല, ചേട്ടൻ തണുക്കുന്നുണ്ടോ? അതെന്താ? അല്ല, ഈ വേനൽക്കാലത്ത് മഫ്ലറും സെറ്റർ ഇട്ടോണ്ട് ചോദിച്ചതാ. അമ്മോ, ഈ നാശങ്ങൾക്ക് വേറെ പണിയില്ലേ? 24 മണിക്കൂർ എന്റെ പുറകെ തണുക്കണ്ടോ എന്ന് ചോദിക്കാൻ. എന്താ? ഇവിടെ അടുത്ത് ദിവാറിന്റെ വീട് ഏതാ? ഇത് തന്നെയാ. ദിവാറിന്റെ ഭാര്യ രമണി ഒന്ന് കാണണമായിരുന്നു. ഞാനാ രമണി. നിങ്ങളാരാ? ഞാൻ ഇന്നസെന്റ്. എന്റെ വീട് ക്രൈസ്റ്റ് കോളേജിനടുത്താ. എന്താ കാര്യം? ചേട്ടൻ ഇവിടെ ഇല്ല. അതെനിക്കറിയാം. നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? അയ്യോ, എനിക്കൊന്നും വേണ്ട. പക്ഷേ ഇത് ചേച്ചിക്ക് തരാൻ വേണ്ടിയാ വന്നേ. എന്താ ഇത്? ഞാൻ ദാവങ്കരിയിൽ നിന്ന് വരിക. ദാ ഇതും ഈ കത്തും നാട്ടിൽ വരുമ്പോ ചേച്ചിക്ക് തരാൻ ദിവാരേട്ടൻ തന്നതാ. എന്റെ ഈശ്വരാ, താൻ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വരൂ, അകത്തേക്ക് ഇരിക്കാം. ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, പിന്നീട് ഒരിക്കലാവാം. എങ്കിൽ ഞാൻ വരട്ടെ. വളരെ ഉപകാരം. ചേച്ചി എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. എങ്ങനെ ഓർക്കാനാ, വർഷം കുറെ ആയില്ലേ. എന്നെ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരണില്ല. പക്ഷേ ചേച്ചിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. ആ പ്രഭാകരേട്ടനെ കൊണ്ട് ഇക്ഷ വരപ്പിച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് അടുത്തൊരു കട നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്തൊരു തയ്യക്കട ഉണ്ടായിരുന്നു. അവിടെ ചേച്ചി തയ്പ്പിക്കാൻ വരുമായിരുന്നല്ലോ. ഓ, ആ വിദ്വാനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അയാളിപ്പോ പട്ടാളത്തിലാന്ന് പറഞ്ഞു. ഞാനും കേട്ട് വന്നിട്ടുണ്ടെന്ന്. ഇതുവരെ കാണാൻ പറ്റിയില്ല. അല്ല, മോന്റെ പേരെന്താന്ന് പറഞ്ഞത്? ദാവൺഗിരിയിൽ ഇന്നസെന്റിന് എന്താ ജോലി? ഞാനവിടെ തീപ്പെട്ടി കമ്പനി നടത്തുക. ചേട്ടനെ എങ്ങനെ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് മലയാളി സമാജത്തിലുണ്ടായിരുന്നു. ഒന്നിച്ച് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പൊ മോൻ അഭിനയിക്കോ? കുറച്ചൊക്കെ. എങ്കി പിന്നെ സിനിമയിൽ അഭിനയിച്ചൂടെ? നോക്കണം. എങ്കി പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചേച്ചി? ശരി, ചേട്ടൻ നാട്ടിൽ വരുമ്പോ വരണം. തീർച്ചയായിട്ടും വരാം. എങ്കിൽ പിന്നെ കാണാം.